ഇസ്രായേലിനെതിരെ ഇറാൻ യുദ്ധ തയ്യാറെടുപ്പ് നടത്തുന്നു എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അതൊന്നുകൂടി സജീവമായിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: അമേരിക്കയുമായിട്ടുള്ള യുദ്ധത്തിൽ ഏറെക്കുറെ ഒരു ശാന്തത കൈവരിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ അമേരിക്കക്ക് രാഷ്ട്രീയപരമായ രീതിയിലുള്ള പരാജയമായിരിക്കാം. അങ്ങനെയാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ രാഷ്ട്രീയ വിജയ പരാജയത്തെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്, ഇറാൻ്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ്. അതിന് അവർ ഇതുവരെ ഉപയോഗിക്കാത്ത ആയുധങ്ങൾ, ഉപയോഗിക്കാത്ത മിസൈലുകൾ, സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ അവരുടെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഇസ്രായേലിനെതിരെ അണിനിരത്തിയിരിക്കുകയാണ് എന്നവർ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ എന്തിനാണ് ഇസ്രായേലിനെതിരെ അണിനിരത്തുന്നത്? തീർച്ചയായിട്ടും ഇസ്രായേൽ അവരുടെ ലക്ഷ്യ ഫോക്കസാണ്. അവിടേക്ക് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തും. അതിന് മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങൾ ഒത്താശ ചെയ്തു കൊടുക്കും. ഖത്തർ വരെ സഹായിക്കും എന്ന റിപ്പോർട്ടിൽ പറയുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, സമാധാന ദൂതനായിട്ടൊക്കെ ലോകാടിസ്ഥാനത്തിൽ അല്ല അന്താരാഷ്ട്ര തലത്തിലൊക്കെ തിളക്കമുള്ള പ്രവർത്തനം നടത്തുന്ന ഖത്തറിനെ മാത്രമേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. എന്നാൽ അവർക്ക് രണ്ട് മുഖമുണ്ട്. അതിലൊരു മുഖം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഇറാനുമായിട്ട് സഹകരിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അത് ഇപ്പോഴത്തെ സാഹചര്യങ്ങളും അവസ്ഥകളും നോക്കുന്ന സമയത്ത് അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് ഏറെക്കുറെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇതിനു മുൻപ്, അതായത് 2-3 ഘട്ടങ്ങളിലായിട്ട് ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയും ഭരണാധികാരികളും കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. 979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അതിൻ്റെ ആദ്യ ഭരണാധികാരിയായി അധികാരത്തിൽ വന്ന ആയത്തുള്ള ഖൊമേനി ഈ കാര്യം പറഞ്ഞതിങ്ങനെയാണ്: കൃത്യമായിരിക്കുന്ന ശത്രു രാജ്യങ്ങൾ തങ്ങൾക്കുണ്ടെന്നും അവരെ ഇല്ലാതാക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ഏതൊക്കെയാണ്? ഒന്ന് ഇസ്രായേലാണ്, രണ്ടാമത്തെ അമേരിക്കയാണ്. ഇപ്പം നേരെ തിരിച്ചാണ് പറയുന്നത്, അമേരിക്കയാണ്, പിന്നെ രണ്ടാമത്തെ ഇസ്രായേലാണ് എന്ന് പറയുന്നു. അത് കംനായുടെ കാലഘട്ടത്തിലാണ്. മുജ്തബ അലി കംനായുടെ മരണത്തിന് ശേഷം അധികാരത്തിലേറ്റതോടുകൂടി പിന്നെ റൂട്ട് മാറി. പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ നാട് നീങ്ങേണ്ടതാണ്. അത് ഭൂപടം പരിശോധിച്ചാൽ പോലും അവരെ കാണാത്ത വിധം അവരില്ലാതായെങ്കിൽ മാത്രമേ എന്തുണ്ടാവും? ലോകത്ത് സമാധാനം ഉണ്ടാവും. ഇപ്പം നടക്കുന്ന സംഭവങ്ങളെല്ലാം, ഇപ്പം നടക്കുന്ന വിഷയങ്ങളെല്ലാം എന്താണ്? ഇസ്രായേലിൻ്റെ സൃഷ്ടിയാണ്. ലോകാടിസ്ഥാനത്തുള്ള മനുഷ്യന്മാർ മുഴുവനും പ്രയാസപ്പെടുന്നത് ഈ ഇസ്രായേലിൻ്റെ നരമേധം കണ്ടിട്ടാണ്. അത് ഒഴിവാക്കണം. അത് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ഒഴിവാക്കണമെങ്കിൽ ഒറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ: ഇസ്രായേലിൻ്റെ ശക്തി ക്ഷയിക്കണം. അതിന് ഇറാൻ്റെ യുദ്ധത്തിന് ശക്തി പകരണം. അറേബ്യൻ രാജ്യങ്ങളോട് പല ഘട്ടങ്ങളിലായി ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഇസ്രായേലിനെ ആക്രമിക്കുക അത് ചെറിയ തരത്തിൽ ആക്രമണമല്ല. ലെബനാൻ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് കരാർ വ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് ഇറാൻ ഒറ്റക്ക് ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നു. അത് അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണമാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു ആക്രമണം ആദ്യമായിട്ടാണ്. കാര്യം ആക്രമിക്കാതെ തിരിച്ചടിക്കാതെ, മൊത്തത്തിൽ ഇസ്രായേലിനെ ഏതെങ്കിലും രാജ്യത്ത് ആക്രമിച്ചാൽ ആ രാജ്യം തിരിച്ചടിക്കാറില്ല. അവർ നേരെ പരാതിയുമായിട്ട് UN സഭയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനത്തിലോ അല്ലെങ്കിൽ ലോകാടിസ്ഥാനത്തിലുള്ള രാജ്യത്തിലെ ഭരണാധികാരികളൊക്കെ വിളിച്ചു കൂട്ടിയിട്ടൊക്കെ പറയുന്ന രീതിയാണ്. പ്രതിഷേധം അറിയിക്കുകയും നഷ്ടങ്ങളുണ്ടായി എന്നുള്ളത് ലോകത്തോട് പറയുകയും ചെയ്യുക. ഇതാണ് സാധാരണഗതിയിൽ ഇസ്രായേൽ ആക്രമിച്ചാൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആക്രമിക്കാത്ത ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ധൈര്യം കാണിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ രാഷ്ട്രീയമായിരിക്കുന്ന നിലപാടുകളും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ ധൈര്യവും തീർച്ചയായിട്ടും അത് സമ്മതിച്ചേ പറ്റൂ. ഇപ്പോൾ ഇതുവരെ ഉപയോഗിക്കാത്ത, വിപണിയിൽ ഉപയോഗിക്കാത്ത ആയുധങ്ങൾ കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ പറഞ്ഞത് വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പോൾ തങ്ങൾ അതിന് സ്വരൂപണം ഉണ്ടാക്കിയിരിക്കുന്നു. അതിൽ 2 കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഇത്ര ധൈര്യം അവർക്ക് കിട്ടാൻ എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നതിൽ പ്രധാനമായിരിക്കുന്ന വിഷയമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഒന്നിതാണ്: അവരുടെ രഹസ്യങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് ചോർന്നിട്ടുണ്ട്. അതായത് ഇസ്രായേലിൻ്റെ രഹസ്യങ്ങൾ ചോർന്നിട്ടുണ്ട്. എങ്ങനെ ചോർന്നിട്ടുണ്ട്? ആയിരക്കണക്കിന് മൊസാദ് സംഘത്തെ അല്ലെങ്കിൽ മൊസാദ് ഏജന്റുമാരെ ഇറാനിലേക്ക് ഇസ്രായേൽ അയച്ചിട്ടുണ്ട്. അത് അവിടുത്തെ രഹസ്യം ചോർത്താൻ വേണ്ടിയിട്ടാണ്. ഇസ്മായിൽ അനിയ എന്ന് പറയുന്ന ഹമാസിൻ്റെ നേതാവിനെ
തെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് ലഭിച്ചിരിക്കുന്ന രഹസ്യ വിവരങ്ങളെല്ലാം ഇറാൻ്റെ തലസ്ഥാനമായിരിക്കും തെഹ്റാനിൽ വെച്ചാണ്. അത് ഇറാൻ്റെ ഒരു സൈനിക കമാൻഡറിൽപ്പെട്ട ആളോ അതല്ലെങ്കിൽ സൈനികരായിരിക്കുന്ന ഒരാളോ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തെ പിടികൂടിയും വധശിക്ഷയ്ക്ക് വിധേയമാക്കി എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അന്വേഷണ റൂട്ടുകളും ഏത് തരത്തിലാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അത് മറ്റൊരു വശം. ഏതായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യ അവസ്ഥകൾ എന്ന് പറയുന്നത് അത് നിസ്സാരമല്ല, വളരെ വലുതാണ്. 3000-ഓളം അല്ലെങ്കിൽ 3000-ൽ കൂടുതൽ ഈ മൊസാദ് ഏജന്റുമാരെ ഇറാൻ പിടിച്ചിട്ടുണ്ട്. ആ പിടിക്കപ്പെട്ടതിൽ 30-ഓ അതിൽ കൂടുതലോ ആളുകൾക്ക് വധശിക്ഷ നൽകിയിട്ടുണ്ട്. 300-ലധികം ആളുകൾ പല വിഷയത്തിലായിട്ട് നേരിട്ട് ഇസ്രായേലിന് രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. അയത്തുള്ള അലി ഖംനായി കൊല്ലപ്പെട്ട ഫെബ്രുവരി മാസം 28-ാം തീയതി ഇറാൻ നടത്തിയിരിക്കുന്ന സമഗ്ര അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിൽ ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തെഹ്റാനിൽ സർക്കാർ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികൾ ഈ നിരീക്ഷണത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന CCTV ക്യാമറയുടെ രഹസ്യം പോലും ഇസ്രായേലിലേക്ക് ചോർന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏത് തരത്തിൽ ചോർന്നു എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അഥവാ അതീവ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ ചോരുകയും ആ ചോർന്നിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ഈ ഇസ്രായേലിൽ ലഭിക്കുകയും ചെയ്തു. അപ്പോൾ വളരെ കൃത്യമായിരുന്നു അയത്തുള്ള അലി ഖംനായി എപ്പോഴാണ് മീറ്റിംഗ് കൂടുന്നത്, അവിടെ ഏത് ഭാഗത്തോടെയാണ് വരുന്നത്, എപ്പോഴാണ് ഈ പരിപാടികൾ തുടങ്ങുക, ഏതൊക്കെ നേതാക്കന്മാർ ഇതിൽ നേതൃത്വം നൽകുന്നുണ്ട്, ഇതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായിരിക്കുന്ന വിവരങ്ങളെല്ലാം ഇസ്രായേൽ ലഭിക്കുകയും ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കുകയും ആ ലക്ഷ്യം ഇസ്രായേലിൻ്റെ ലക്ഷ്യങ്ങൾ സാധൂകരിക്കപ്പെടുകയും ചെയ്തു. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിയിരിക്കുന്ന കാര്യമാണ്. ഖംനായി കൊല്ലപ്പെട്ടതിനേക്കാൾ ഗൗരവമായിരുന്നു യഥാർത്ഥത്തിൽ ഇതിൻ്റെ രഹസ്യ കാര്യങ്ങൾ ചോർത്തി എന്ന് പറയുന്നത്. അതിന് ഒരു സമഗ്രമായിരിക്കുന്ന ഒരു അന്വേഷണ സംവിധാനത്തെ തന്നെ എന്താക്കിയിട്ടുണ്ട്, അവർ നിയമിച്ചിട്ടുണ്ട്. ആ സമഗ്രമായിരിക്കുന്ന അന്വേഷണ വിഭാഗം ഇതേക്കുറിച്ച് വലിയ രീതിയിലുള്ള പഠനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആ പഠനത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായിരിക്കുന്ന കാര്യം വലിയ രീതിയിലുള്ള ഈ മൊസാദിൻ്റെ ഏജൻസികൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നവർക്ക് ബോധ്യപ്പെട്ടു. പിന്നീട് അവരുടെ അന്വേഷണത്തിലാണ് ഓരോരുത്തരെയും കണ്ടെത്തുകയും പിടികൂടാൻ വേണ്ടി സാധിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ പിടികൂടിയിരിക്കുന്ന മൊസാദ് ഏജന്റുമാരിൽ നിന്ന് വിലപിടിപ്പുള്ള ഒരുപാട് രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് ഇറാൻ സാധിക്കുകയും ചെയ്തു. പല ഘട്ടങ്ങളിലായി ഈ ഏജന്റുമാരെ തിരിച്ച് കിട്ടണം എന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നു ഇസ്രായേൽ. അത് അവരുടെ ജീവനറ്റ ശരീരം പോലും തിരിച്ചു നൽകില്ലെന്ന് ഇറാൻ അതിന് മറുപടി നൽകി. ബോഡി തിരിച്ചു നൽകില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇറാൻ്റെ നിയമവ്യവസ്ഥ പ്രകാരം അവർ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്: രാജ്യദ്രോഹ കുറ്റം ചെയ്യുമ്പോൾ അവർക്ക് കഠിനമായിരിക്കുന്ന ശിക്ഷ വധശിക്ഷയാണ്. അങ്ങനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ട ഒരു വ്യക്തിയുടെ മൃതദേഹം തിരിച്ചു നൽകുക എന്നുള്ളത് ഞങ്ങളുടെ ഭരണഘടനയിൽ പറയാത്തൊരു കാര്യമാണ്. ഇത്തരമൊരു സംവിധാനം ഈ സൗദി അറേബ്യ പോലെയുള്ള അറേബ്യൻ രാജ്യങ്ങളിലും തലവെട്ട് എന്ന് പറയുന്ന വധശിക്ഷ അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ആ ബോഡി ഒരിക്കലും അവരുടെ കുടുംബത്തിന് വിട്ടു നൽകില്ല. അത് നിയമവ്യവസ്ഥയുടെ ഭാഗമാണ്. തൂക്കിലേറ്റിയാലും ശരി, തല വെട്ടിയാലും ശരി. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം തൂക്കിലേറ്റുക എന്ന് പറയുന്ന സംവിധാനം ഇല്ല. തല വെട്ടുക എന്ന് പറഞ്ഞാൽ വധശിക്ഷ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അത് നൽകി കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ആ ബോഡി ആ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്ന് പറയുന്ന സംവിധാനം ഉദിക്കുന്നില്ല, അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇറാനിലും സമാനമായിരിക്കുന്ന നിയമവ്യവസ്ഥ തന്നെയാണുള്ളത്. അതുകൊണ്ട് എന്തായില്ല, ബോഡി തിരിച്ചു കിട്ടില്ല എന്നുള്ള കാര്യം ഇസ്രായേലിനോട് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട മധ്യസ്ഥർ സംസാരിച്ചു എന്നാണ് പറയുന്നത്. അതിൽ ജോർദാൻ്റെ പേരും പറയുന്നുണ്ട്, മറ്റേതെങ്കിലും ഒരു രാജ്യം എന്നും പറയുന്നുണ്ട്. അത് അസർബൈജാനാണ് എന്ന് ചില റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അസർബൈജാനും സൗദി അറേബ്യ ഇറാനും തമ്മിലൊക്കെ നല്ല ബന്ധമാണ്. അതേപോലെ തന്നെ അസർബൈജാനും ഇറാനും തമ്മിലും ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധമാണ്. ഇറാനും തമ്മിൽ ഏറെക്കുറെ നല്ല ബന്ധമാണ്. കൃത്യമായിരിക്കും നല്ല ബന്ധമെന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അസർബൈജാനിൽ നിന്ന് ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് ചില റിപ്പോർട്ടിൽ കാണുന്നത്. അമേരിക്ക ആക്രമിച്ചത് യുദ്ധത്തിൻ്റെ മുഹൂർത്ത സമയത്ത് അസർബൈജാൻ എയർപോർട്ട് ഇസ്രായേലിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്ത് വന്നിരുന്നു. അത് വന്നതോടുകൂടി പിന്നെ അത് വലിയ പ്രതിസന്ധി, വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായ കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്: ഇറാൻ തീർച്ചയായിട്ടും ഇസ്രായേലിനെ ആക്രമിക്കുക, അതിൻ്റെ സംവിധാന കാര്യങ്ങൾ ഒരുക്കിയിട്ട് അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന തരത്തിലാണ്
ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്ന് കൂടി നമുക്ക് കൂട്ടി വായിക്കാൻ വേണ്ടി സാധിക്കും. അത്തരം ഒരു സംഭവം ഉണ്ടായാൽ ഇവിടെ ഇറാൻ പറയുന്നൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇറാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇനി വല്ലാതൊന്നും അമേരിക്ക ഇസ്രായേലിന് വേണ്ടി രംഗത്ത് വരിക. അതാണ് അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത്. വല്ലാതൊന്നും രംഗത്ത് വരില്ല എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലിനെ ആക്രമിച്ചാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടേതായിരിക്കുന്ന സുരക്ഷിതമാണ് ആദ്യം നോക്കുക. അറേബ്യൻ മേഖലയുള്ള അമേരിക്കയുടെ സൈനിക ബേസിൽ ഏറെക്കുറെ 90% തകർന്നിരിക്കുന്നു. ഇനിയൊരു തകർച്ച കൂടി താങ്ങാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കാത്ത വിധമാണ് അവിടുത്തെ അവസ്ഥകളും സാഹചര്യങ്ങളും നിലനിൽക്കുന്നത് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ കൂട്ടി വായിക്കുന്ന സമയത്ത് ഒരു പൂർണ്ണമായിരിക്കുന്ന പരാജയം ഉണ്ടായിരിക്കുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതിനുമപ്പുറം ഒരു പരാജയത്തെ ഇരന്ന് വാങ്ങാനുള്ള ശ്രമം ഒരിക്കൽ പോലും അവർ നടത്തില്ല എന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.